വടകരയിൽ ദൃശാനയെ വണ്ടിയിടിച്ച് ഇത്രയധികം നാൾ കോമയിൽ കഴിയുന്ന ആ കേസിലെ പ്രതി ഷെജിലിനെ കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. എന്തെങ്കിലും പറയാനുണ്ടോ? എന്താന്ന് കീഴടങ്ങായിരുന്നു? എന്ത് പറ്റി? എന്താ സംഭവിച്ചേ? എന്തെങ്കിലും പറയണ്ടോ? എന്തുകൊണ്ടാണ് അന്ന് കീഴടങ്ങായിരുന്നത്? അന്ന് കീഴടങ്ങാൻ കാരണം തെയ്യുണ്ടോ? പേടിച്ചിട്ട് കീഴടങ്ങായിരുന്നു. എന്തുകൊണ്ടാണ് ഇപ്പോൾ പ്രതിയെ കൊണ്ട് അവിടേക്ക് വടകര ചോറോട് കാറിടിച്ച് 9 വയസ്സുകാരി ദൃശാന 1 വർഷത്തിലേറെയായി കോമയിലാവുകയും മുത്തശ്ശി മരിക്കുകയും ചെയ്ത കേസിലെ പ്രതിയാണ് ഷെജിൽ. ഷെജിൽ കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ വെച്ചാണ് പിടിയിലാകുന്നത്. ഷെജിൽ ഈ കുറ്റകൃത്യത്തിന് ശേഷം ഏറെക്കാലം ആരാണ് ഈ പ്രതി എന്ന് അറിയാതെ പോലീസ് ഏറെക്കാലം തെരച്ചിൽ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഷെജിൽ വിദേശത്തേക്ക് കടക്കുന്നത്. ഇപ്പോൾ കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ വെച്ചാണ് നാട്ടിലേക്കെത്തിയ ഷെജിലിനെ പിടികൂടിയിരിക്കുന്നത്. ഷിത ജഗത്ത് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. ഷിത, കോയമ്പത്തൂരിൽ നിന്ന് വടകര പോലീസ് കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ ഇതിപ്പോൾ എപ്പോഴേക്കായിരിക്കും കോഴിക്കോടേക്ക് അടക്കം എത്തിക്കുക? തുടർ നടപടികളൊക്കെ ഇനി ആവശ്യമാണല്ലോ. സ്നേഹ, ഇപ്പോൾ വടകരയിൽ നിന്നുള്ള പോലീസ് സംഘമാണ് കോയമ്പത്തൂരിലെത്തി ഷെജിലിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അവിടെ നിന്നും നേരെ വടകരയിലേക്ക് എത്തിക്കും. വടകര SP ഓഫീസിലേക്കായിരിക്കും ഷെജിലിനെ എത്തിക്കുക. പ്രത്യേക അന്വേഷണ സംഘമായിരുന്നു ഈ കേസ് അന്വേഷിച്ചതും ഷെജിലാണ് ഈ കുറ്റകൃത്യത്തിന് പിന്നിലെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നത്. അതിന് പിന്നാലെയാണ് ഷെജിലിന് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നത്. ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയതോടുകൂടെ തന്നെ ഷെജിൽ ഏതെങ്കിലും വിമാനത്താവളത്തിൽ എത്തുകയാണെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കാമെന്നുള്ള ധാരണയിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത്. കേരളത്തിലെ ഏതെങ്കിലും വിമാനത്താവളത്തിൽ എത്താതെ കോയമ്പത്തൂർ വഴിയാണ് ഷെജിൽ ഇന്ന് രാവിലെ എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ പോലീസ് പറയുന്നത് അവിടെ നിന്നും മറ്റേതെങ്കിലും മാർഗം വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മറ്റെവിടേക്കെങ്കിലും മാറാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാകാം കേരളത്തിന് പുറത്തുള്ള ഒരു വിമാനത്താവളം ഷെജിൽ തെരഞ്ഞെടുത്തത് എന്നുള്ളതാണ്. എന്തായാലും ഷെജിലിനെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഷെജിൽ ഇപ്പോൾ അല്പസമയം മുമ്പ് എന്താണ് കീഴടങ്ങാതിരുന്നത് എന്നുള്ള ചോദ്യത്തിന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് പേടിച്ചിട്ടാണ് എന്നുള്ളതാണ്. എന്നിരുന്നാൽ പോലും ഈ ഒരു കേസ് എന്ന് പറയുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു കുറ്റമാണ്. ഒരു കുട്ടി കഴിഞ്ഞ ഫെബ്രുവരി 17-നാണ് ഈ വാഹനാപകടം ഉണ്ടാകുന്നത്. ദൃശാന കോമയിൽ, അന്ന് മുതൽ കോമയിലാണ്, ആശുപത്രി കിടക്കയിലാണ്. ദൃശാനയുടെ മുത്തശ്ശി മരിക്കുകയും ചെയ്തു. എന്നിട്ടാകട്ടെ ഈ വാഹനം ഇട്ട് നിർത്താതെ പോവുകയാണ്. പിന്നീട് ആരോടെങ്കിലും പറയാനോ കീഴടങ്ങാനോ ഒന്നും തന്നെ തയ്യാറായില്ല. അതിലും അപ്പുറം മറ്റൊരു കുറ്റകൃത്യം എന്ന് പറയുന്നത് ഇതേ പ്രതി തന്നെ ഈ വാഹനത്തിന്റെ ഇൻഷുറൻസ് തുക നേടിയെടുക്കാനായി ഒരു വ്യാജരേഖ ചമച്ച് മതിലിന് വാഹനം ഇടിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജരേഖ ചമച്ചുകൊണ്ട് ഇൻഷുറൻസ് തുക വരെ തട്ടിയെടുക്കുകയും ചെയ്തിരിക്കുന്നത്. അതായത് മനുഷ്യത്വം ഒട്ടുമില്ലാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് ഷെജിലിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. കുറെ കാലം ഈ കേസ് വടകര പോലീസാണ് അന്വേഷിച്ചിരുന്നത്. പക്ഷെ ആ സമയത്തൊന്നും തന്നെ ഈ കേസിൽ ഈ ഇടിച്ചിട്ട വാഹനം ഏതാണ് എന്ന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പിന്നീട് മാധ്യമ വാർത്തകളെ തുടർന്നാണ് ഒരു പ്രത്യേക അന്വേഷണ സംഘം ഈ കേസിൽ രൂപീകരിക്കുന്നത്. DYSP ബെന്നിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമായിരുന്നു. അവരാകട്ടെ നിരവധി വാഹനങ്ങൾ, ഈ കൈനാട്ടി വഴിയുള്ള നിരവധി, വടകരയിൽ നിന്നും കണ്ണൂർ റൂട്ടിലുള്ള നിരവധി വാഹനങ്ങൾ അവർ പരിശോധിച്ചു. നിരവധി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ഈ വടകരയിലൂടെ
അതിലൂടെ കടന്നുപോയ ഒരു വെള്ള സ്വിഫ്റ്റ് കാർ എന്നുള്ളത് മാത്രമാണ് അപ്പോൾ അവരുടെ മുന്നിലുണ്ടായിരുന്ന ഒരു കാര്യം. പിന്നീടാണ് ഈ അന്വേഷണം ഇത്തരത്തിൽ ഈ വാഹനം നന്നാക്കിയതിലേക്കും കേടുപാടുകൾ പറ്റിയ വാഹനം നന്നാക്കിയതിലേക്കും ഒക്കെ അന്വേഷണം എത്തുന്നത്, വർക്ക്ഷോപ്പുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എത്തുന്നത്. അങ്ങനെയാണ് ഈ പുറമേരി സ്വദേശി ഷെജിലിന്റെ വാഹനമാണ്, കാറാണ് ഇടിച്ചിട്ടത് എന്ന് മനസ്സിലാവുന്നത്. വീട്ടുകാരോട് ഈ കാര്യം ഷെജിൽ അന്ന് നാട്ടിലുണ്ടായിരുന്നില്ല, അപ്പോഴേക്കും വിദേശത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. വീട്ടുകാരോട് ഈ കാര്യം ചോദിച്ചപ്പോൾ അവരത് സമ്മതിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഷെജിലിനെ എത്തിക്കാൻ വേണ്ടിയുള്ള നടപടികളെല്ലാം തന്നെ പോലീസ് തുടങ്ങിയിരുന്നു. ഷെജിലിനോട് എത്താൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ഷെജിൽ ആവട്ടെ കീഴടങ്ങുന്നതിന് പകരം അല്ലെങ്കിൽ നാട്ടിലേക്ക് എത്തുന്നതിന് പകരം മുൻകൂർ ജാമ്യാപേക്ഷ ഉൾപ്പെടെ നൽകുന്ന കാര്യത്തിലേക്കാണ് എത്തിയത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ലുക്കൌട്ട് നോട്ടീസ് പോലീസ് പുറത്തിറക്കിയിരുന്നത്. ഏറ്റവും ഒടുവിൽ അതിനൊരു പരിസമാപ്തി എന്നുള്ള രീതിയിൽ തന്നെ ഷെജിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. ഇനി വടകരയിൽ എത്തിക്കേണ്ടതുണ്ട്. ഈ കേസിൽ ദൃശാനയെ വാഹനാപകടം എന്ന് പറയുമ്പോൾ പക്ഷേ ജാമ്യം ലഭിക്കാവുന്ന ഒരു വകുപ്പുകളൊക്കെ ചുമത്തിയുള്ള ഒരു കേസാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വ്യാജരേഖ ചമച്ചു തുടങ്ങിയ ഗുരുതരമായുള്ള മറ്റൊരു കേസ് കൂടി ഷെജിലിനെ പോലീസ് ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാത്രിയോടുകൂടെ 7:30 വടകര റൂറൽ SP ഓഫീസിൽ ഷെജിലിനെ ഇപ്പോൾ ഷെജിലിനെ ഇത്രയധികം ഒരു വർഷത്തിലേറെയായി ദൃശാന കോമയിലാണ്. അതോടൊപ്പം തന്നെ ദൃശാനയ്ക്ക് അവരുടെ മുത്തശ്ശിയെയും നഷ്ടമായി. അതിന് പിന്നാലെ ഈ ഒരു തരത്തിലും മനുഷ്യത്വരഹിതമായ പ്രവർത്തികളാണ് പിന്നാലെ നിരവധി തവണ ഷെജിലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ദൃശാനയുടെയൊക്കെ കുടുംബത്തിന്റെ ഒരു പ്രതികരണം എന്താണ് ഈ ഘട്ടത്തിൽ ഷെജിൽ പിടിയിലായ സ്ഥിതിക്ക്? ദൃശാനയുടെ അമ്മ രാവിലെയും പറഞ്ഞത് അവരുടെ ഇതുവരെയുള്ള ഒരു ദുരവസ്ഥയെ കുറിച്ചാണ്. മാത്രമല്ല ഈ കേസ് ഈ കാറ് ഷെജിലിന്റെതാണെന്ന് കണ്ടെത്തിയിട്ട് പോലും അവർക്ക് തുടർ ചികിത്സയ്ക്ക് കുട്ടിയുടെ ഒരു വിദഗ്ധ ചികിത്സ ആവശ്യമുണ്ട്. അവർ പുറത്തു പോയുള്ള ഒരു ചികിത്സയാണ് ആലോചിക്കുന്നത്. കാരണം ഒരു 9 വയസ്സുകാരിയാണ്, പാറി പറന്നു നടന്നിരുന്ന ഒരു മകളാണ് ഈ ഒരു വാഹനാപകടത്തെ തുടർന്ന് കഴിഞ്ഞ ഒരു വർഷമായി ഈ കോമയിൽ അബോധാവസ്ഥയിൽ ആശുപത്രി കിടക്കയിലും ഇപ്പോൾ വീട്ടിലുമായി കഴിയുന്നത്. അതിന്റെ ഒരു വിഷമം തന്നെയാണ് അവർ പങ്കുവെച്ചത്. ഇയാളെ പിടികൂടി ഇയാൾ കസ്റ്റഡിയിലായി എന്നുള്ളൊരു സന്തോഷമുള്ളപ്പോൾ പോലും അവർക്ക് കൂടുതൽ സന്തോഷിക്കാൻ സാധ്യമല്ല. കാരണം ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും തിരികെ ജീവിതത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. ഇനി ഒരു ഇൻഷുറൻസ് തുക ലഭിക്കുക കൂടി ചെയ്ത് കൂടുതൽ നല്ല മെച്ചപ്പെട്ട ചികിത്സയിലേക്ക് ദൃശാനയെ കൊണ്ടുപോവുകയും ആ കുഞ്ഞിനെ പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടിയാണ് കുടുംബം പങ്കുവെക്കുന്നത്. കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഈ കുഞ്ഞ് ആശുപത്രിയിലായപ്പോൾ മുതൽ അവരും ഈ ആശുപത്രിയിൽ തന്നെയാണ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു കഴിഞ്ഞ കുറെ കാലങ്ങളായി ഉണ്ടായിരുന്നത്. അവരും അവിടെ തന്നെയാണ് കഴിയുന്നത്. വടകരയിൽ കാറടിച്ച് 9 വയസ്സുകാരി കോമയിലാവുകയും മുത്തശ്ശി മരിക്കുകയും ചെയ്ത കേസിലെ പ്രതി ഷെജിലിനെയാണ് ഇത്രയധികം നാളുകൾക്ക് ശേഷം കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ നിന്ന് പിടിയിലായിരിക്കുന്നത്. ഷിത ജഗത്ത് വിവരങ്ങൾ പങ്കുവച്ചത്.